നമസ്കാരം. ജാതക കഥകളിലെ 88ാമത്തെ കഥ നന്ദിയില്ലാത്ത മകൻ. വാരണാസിയിലെ ഒരു ഗ്രാമത്തിൽ വസിഷ്ഠകൻ എന്നൊരാളുണ്ടായിരുന്നു. അയാൾക്ക് ഭാര്യയും 7 വയസ്സായ മകനും ഉണ്ട്. അയാളുടെ പ്രായം ചെന്ന അച്ഛനും അവരോടൊപ്പമാണ് കഴിഞ്ഞിരുന്നത്. വസിഷ്ഠകൻ്റെ ഭാര്യ ഒരു ദുഷ്ട സ്ത്രീയാണ്. അവൾ എപ്പോഴും ഭർത്താവിൻ്റെ അച്ഛനെ കുറ്റപ്പെടുത്തും. വൃദ്ധൻ ഒരപശകുനമാണെന്ന് അവൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. ഭാര്യയുടെ ഈ പറച്ചിൽ വസിഷ്ഠകനെയും സ്വാധീനിച്ചു. അയാൾക്കും അച്ഛനെ ഇഷ്ടമല്ലാതായി. ഒരു ദിവസം അവൾ ഭർത്താവിനോട് പറഞ്ഞു, അങ്ങയുടെ അച്ഛന് പ്രായം വളരെയായി, രോഗിയുമാണ്. ഈ സ്ഥിതിയിൽ അങ്ങേരെ ഇവിടെ കിടത്തുന്നത് വലിയ ശല്യമാണ്. നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഈ വൃദ്ധനെ ചുടുകാട്ടിൽ കൊണ്ടുപോയി ഒരു കുഴിയിലിട്ട് മൂട്. ഭാര്യയുടെ ഈ വാക്കുകൾ കേട്ട് വസിഷ്ഠകൻ പരിഭ്രമിച്ചു. എടി, നീ എന്താണീ പറയുന്നത്? അയാൾ ചോദിച്ചു. ഒരാളെ കൊല്ലുക എന്ന് വെച്ചാൽ ചില്ലറ കാര്യം വല്ലതുമാണോ? വെളിയിലറിഞ്ഞാൽ തല പോകും. അതിനും അവൾ വഴി പറഞ്ഞു കൊടുത്തു. നിങ്ങൾ അതിരാവിലെ അച്ഛൻ്റെ കിടക്കയ്ക്കരികിൽ ചെല്ലണം. എന്നിട്ട് അച്ഛനോട് പണ്ട് പണം കടം വാങ്ങിയിട്ടുള്ള ഒരാൾ നിങ്ങൾ ചോദിച്ചിട്ട് തിരിച്ചു തരുന്നില്ല എന്ന് പറയണം. ആ പണം വാങ്ങാൻ നിങ്ങൾ 2 പേരും കൂടി പോയേ പറ്റൂ എന്നും അതിന് ഉടനെ ഇറങ്ങണമെന്നും പറയണം. ഇതെല്ലാം അയൽക്കാർ കൂടി കേൾക്കത്തക്കവണ്ണം ഉച്ചത്തിൽ പറയണം. പിന്നെ അച്ഛനെയും കൂട്ടി കാളവണ്ടിയിൽ കയറി ചുടുകാട്ടിലേക്ക് പോകണം. അവിടെ ആ വൃദ്ധനെ കുഴിച്ചിട്ടിട്ട് തിരിച്ചു പോരണം. വഴിയിൽ വെച്ച് നിങ്ങളെ കൊള്ളക്കാരാക്രമിച്ചു, അതിൽപ്പെട്ട അച്ഛൻ മരിച്ചു എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കണം. അപ്പോൾ ആരും സംശയിക്കുകയില്ല. ശരി, നല്ല പരിപാടി തന്നെ. അയാൾ ഭാര്യയുടെ ബുദ്ധിയെ അഭിനന്ദിച്ചു. അച്ഛനും അമ്മയും കൂടെ വർത്തമാനം പറയുന്നത് മകൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൻ വിചാരിച്ചു, എൻ്റെ അമ്മ എന്തു ദുഷ്ടയാണ്. പാവം അപ്പൂപ്പൻ, അദ്ദേഹത്തെ കൊല്ലാനാണ് ഇവരുടെ പരിപാടി. എന്തായാലും ഇതിൽ നിന്നും അച്ഛനെ പിന്തിരിപ്പിക്കണം. അവൻ അപ്പോഴേ പോയി അപ്പൂപ്പനൊപ്പം കിടപ്പായി. പിറ്റേ ദിവസം അതിരാവിലെ വസിഷ്ഠകൻ കാളവണ്ടി ഒരുക്കി നിർത്തി. പിന്നീട് അയൽക്കാർ കേൾക്കാൻ വേണ്ടി ഉച്ചത്തിൽ പറഞ്ഞു, അച്ഛാ, നമുക്ക് കടം തിരിച്ചു ചോദിക്കാൻ പോകാം. എന്നിട്ട് അയാൾ വൃദ്ധനെ താങ്ങിയെടുത്ത് വണ്ടിയിലിരുത്തി. പക്ഷേ അതിനു മുമ്പ് തന്നെ അയാളുടെ മകൻ വണ്ടിയിൽ കയറി ഇരുപ്പുറപ്പിച്ചു. എന്തെല്ലാം പറഞ്ഞിട്ടും അവൻ ഇറങ്ങാൻ കൂട്ടാക്കിയില്ല. അവസാനം അവനെയും കൂടി ഇരുത്തിക്കൊണ്ട് അവർ ചുടുകാട്ടിലേക്ക് വണ്ടി തെളിച്ചു. ചുടുകാട്ടിലെത്തിയപ്പോൾ അച്ഛനെയും മകനെയും വണ്ടിയിൽ തന്നെ ഇരുത്തിയിട്ട് വസിഷ്ഠകൻ കുഴിവെട്ടാൻ പോയി. മകനും പുറകെ ഇറങ്ങിച്ചെന്നു. അവൻ ചോദിച്ചു, അച്ഛാ, ഇവിടെ കിഴങ്ങുകളൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാ കുഴിക്കുന്നത്? മോനെ, നിന്റെ അപ്പൂപ്പൻ ഒരുപാട് പ്രായമായി, തീരെ സുഖവുമില്ല. അങ്ങനെ ഇരുന്ന് നരകിക്കുന്നതിലും ഭേദം ഇവിടെ അങ്ങ് കുഴിച്ചിടുന്നതാണ്. അതിനാണ് ഈ കുഴി വെട്ടുന്നത്. അച്ഛാ, അത് പാവമല്ലേ? അപ്പൂപ്പൻ്റെ ജീവൻ നശിപ്പിക്കാൻ അച്ഛൻ എന്താണ് അവകാശം? മകൻ ചോദിച്ചു. പക്ഷെ മോനെ, ഈ വൃദ്ധൻ ജീവിച്ചിരിക്കുന്നത് നമ്മുടെ വീടിന് അപശകുനമാണ്. ഒരാൾ അവശനായി കഴിഞ്ഞാൽ പിന്നെ മരിക്കുകയാണ് ഭേദം. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വസിഷ്ഠകൻ കുഴിവെട്ട് തുടർന്നു. അപ്പോൾ മകൻ അച്ഛൻ്റെ കയ്യിൽ നിന്ന് മൺവെട്ടി വാങ്ങി മറ്റൊരു കുഴിവെട്ടാൻ തുടങ്ങി. അത് കണ്ട് വസിഷ്ഠകൻ ചോദിച്ചു, മോനെ, നീ എന്തിനാണ് ഈ കുഴിവെട്ടുന്നത്? എൻ്റെ അച്ഛന് വയസ്സാകുമ്പോൾ മരിക്കുന്നതിന് മുമ്പ് ചുടുകാട്ടിൽ കൊണ്ടുപോയി കുഴിച്ചു മൂടണം. അതിനുള്ള കുഴി ഇപ്പോഴേ വെട്ടിയെന്നേയുള്ളൂ. അതാണല്ലോ നമ്മുടെ കുടുംബത്തിൻ്റെ പാരമ്പര്യം. കുട്ടിയുടെ ഈ വാക്കുകൾ കേട്ടപ്പോഴാണ് താൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ക്രൂരത വസിഷ്ഠകന് ബോധ്യപ്പെട്ടത്. അയാൾ മകനോട് പറഞ്ഞു, മോനെ, നീ എന്നെ വലിയൊരു പാഠം പഠിപ്പിച്ചു. വലിയൊരു തെറ്റിൽ നിന്ന് എന്നെ പിന്തിരിപ്പിച്ചു. വരൂ മോനെ, നമുക്ക് അപ്പൂപ്പനെയും കൊണ്ട് വീട്ടിലേക്ക് പോകാം. അവരുടനെ വണ്ടിയിൽ കയറി വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിലെത്തിയ വസിഷ്ഠകൻ തന്നെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ച ദുഷ്ടബുദ്ധിയായ ഭാര്യയെ തല്ലിപ്പുറത്താക്കി. പിന്നെ അച്ഛനെയും മകനെയും സംരക്ഷിച്ച് കഴിഞ്ഞുകൂടി. നന്ദി.